ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പിന്നെ റിപ്പബ്ലിക്കിടയിലെ നമുക്ക് സ്കൂളൊക്കെ ഒഴിവാണ്. അപ്പം ഒരു വെറൈറ്റി രസം കേട്ടോ, സ്പെഷ്യൽ രസമാണ്. എന്ത് വെച്ചിട്ടാണെന്നല്ലേ, മാങ്ങ വെച്ചിട്ടുള്ള സ്പെഷ്യൽ രസമാണ്. അങ്ങനെ ഉണ്ടാക്കാൻ നോക്കാട്ടാ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ മാങ്ങ വെച്ചിട്ട് രസം അങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. മാങ്ങ വെച്ചിട്ട് രസം ഉണ്ടാക്കുമ്പോൾ ബീൻസ് അറിയില്ല, ഉപ്പേരി വെക്കാണ്. ഇത് ഉപ്പേരി വെക്കാനാണ് കേട്ടോ. ബീൻസ് ഒക്കെ കഴുകിയതാണ്. ഞാൻ വേണം നല്ല മാങ്ങട്ടാ. അവർക്ക് എന്ത് വില കൊടുക്കും? നല്ല ഫ്രഷ് മാങ്ങാട്ടോ. നമ്മൾ ഇവിടെ നിന്ന് മാങ്ങാക്കാലുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ നിറയെ മാങ്ങയായിട്ടാ, നാടൻ മാങ്ങയാണ്. രസത്തിന് വേണ്ടി കുറച്ച് പൊടിക്കാനുണ്ട്. 1 ടീസ്പൂണ് കുരുമുളകും 1/2 ടീസ്പൂണ് നല്ല ജീരകം. ഇതൊന്ന് ആദ്യം പൊടിച്ചിട്ട് വരിക. ജീരകം കുരുമുളകും പൊടിച്ചിട്ട് വന്നു. ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 1 5 അല്ലി വെളുത്തുള്ളി, ഒരു വലിയൊരു മുറി മാങ്ങാട്ട. നന്നായി ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. നമുക്ക് രസം വയ്ക്കാം. ചട്ടി ഒന്ന് ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ, കുറച്ച് കടുക്. കടുക് പൊട്ടി നമ്മുടെ മാങ്ങാക്കൂട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില കേട്ടോ. മാങ്ങൻ്റെ പച്ചമണമൊക്കെ പോകണം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. മാങ്ങൻ്റെ പച്ചമണമൊക്കെ പോയി കുറച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കും. കുറച്ചും കൂടി വെള്ളം എടുത്തിട്ട് വരാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചാറിന് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ചാറിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നന്നായി തിളക്കട്ടെ. നമ്മുടെ രസം തിളച്ചു. അതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി ഇട്ടാ. പിന്നെ രസത്തിന് മല്ലിയില വേണ്ടേ, കുറച്ച് മല്ലിയില. പിന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടി. എരിവും പുളിയും ബാലൻസ് ചെയ്യുക. ഒരു ചെറിയ കഷ്ണം ശർക്കര കേട്ടോ, ചെറുത് മതി. നമ്മുടെ സൂപ്പർ രസം ഓഫാക്ക് കേട്ടോ. അടിപൊളി രസമുണ്ട്. മാങ്ങ കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും. കുറച്ച് ക്യാരറ്റും ബീൻസും ഉപ്പേരി വയ്ക്കാം കേട്ടോ. ഇപ്പോൾ ക്യാരറ്റും ബീൻസിൻ്റെ കാലമാണ്. എല്ലാത്തിനും വില കുറവല്ലേ. കറിവേപ്പിലയ്ക്ക് ഭയങ്കര ക്ഷാമമായി. പച്ചമുളകും സവാള ഒന്നും വെക്കുന്നതാണ്, കാണിക്കുമ്പോൾ മാത്രം കേട്ടോ. കളർഫുള്ളില്ലേ.
പച്ചക്കറി തോനെ കഴിക്കും. ഉപ്പിട്ട് കൊടുക്കും. വേകട്ടെ. നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടാണ്. കുറേ ഉണ്ടായതല്ലേ, നോക്കി കാന്ന് പോയില്ലേ. ഉപ്പേരി നൊക്കെ തേങ്ങയില്ലാത്ത കറികളാണ്. ഇന്നലത്തെ മത്തിയാണ് കേട്ടോ, ഒന്ന് ചൂടാക്കി എടുക്കണം. ഇന്നലെ വറുത്ത് വെച്ചാണ്. ഒന്നൊക്കെ സിമ്പിൾ കറികളാണ്. എന്താ ഒന്നിരിക്കുന്നത്? എപ്രാരം വരുന്നുള്ളൂ? എന്നും നേരം വൈകിട്ട് വരുള്ളൂ. 5 മണിക്ക് തന്നെ എപ്പോഴാണ് 8 മണി വന്ന് വരുമ്പോൾ ചൂടാക്കി എടുക്കട്ടെ കേട്ടാ മത്തിയൊക്കെ ഒന്ന്. ഹായ്. കിണറിൻ്റെ ഉള്ളിൽ വീഴും അച്ചപ്പോ. കിണറിൻ്റെ ഉള്ളിൽ താന്ന് നോക്കണോ? മീൻ ഉണ്ടാ കിണറിൽ? ആ സത്ത് പോയി കൈ സത്ത് പോയി. വെള്ളത്തിൽ കൂടെ ഒലിച്ചു പോയി. സത്യം. അയ്യ കോരി കഴിഞ്ഞാ? കമോൺ 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 കമോൺ. അപ്പം നമ്മുടെ മാങ്ങാരസം, ക്യാരറ്റ് ബീൻസ് തോരൻ, നല്ല മത്തി വറുത്തത്, ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഇന്നൊക്കെ. ഞാൻ ഊണ് കഴിക്കട്ടെ. ഏട്ടൻ പണിക്ക് പോയി, ഞാൻ ഉണ്ണി ഊണ് കഴിക്കണം. ചോറിനൊക്കെ ഇത്രയുള്ളൂ. സൂപ്പർ രസം കേട്ടോ. ഞാൻ വെച്ചതൊന്നും പറയല. മാങ്ങ കിട്ടുമ്പോൾ ഒരു പ്രാവശ്യം വെച്ച് നോക്കുക. നല്ല ടേസ്റ്റാ. നല്ല ടേസ്റ്റ് ഉണ്ട്. വെറുതെ കുടിക്കാൻ നല്ല രസം. ഏട്ടൻ പണി കിട്ടി വന്നിട്ടോ, പച്ചക്കറി പണിക്കും. ഇതെന്താ ഉള്ളിത്തണ്ട? പച്ചക്കറി ഉള്ളിത്തണ്ട്. പച്ചക്കറി തോനെ വാങ്ങിട്ട് വന്ന് ശനിയാഴ്ച അല്ലേ ഒന്നാമത് വാങ്ങിട്ട് വന്നിട്ട് ഒക്കെ വാടും. ഉള്ളിത്തണ്ട് അതൊക്കെ പൊട്ടട്ടെ. ഇതാണ് ഉള്ളിത്തണ്ട്. സ്പ്രിംഗ് ഓണിയൻ. ഞങ്ങൾ ഉള്ളിത്തണ്ട് എന്ന് പറയാട്ടോ. കവറിൽ കണ്ട പോലെ ഒന്നുമില്ല, എല്ലാം ഇത്തിരിയേ ഉള്ളൂ. കവർ വെയിറ്റ് കൂടിയതാ. പച്ചക്കറി എവിടെ? തൂക്കുണ്ട്. ആ തൂക്കുണ്ട്, സാധനങ്ങളില്ലാന്ന് കുറച്ചുള്ളൂ. വയലറ്റ് കോസ് വയലറ്റ്. കേബേജ്. ഇത് ആ കേബേജിനെക്കാട്ടി നല്ല ടേസ്റ്റ് അടുത്തത്. ഇത് ഒരു വർഷമായി കഴിച്ചിട്ട്. കഴിഞ്ഞ വർഷം കഴിച്ചതാണ്. അമ്മ അവിടെ ഇരിക്കുന്നു.